Hey guys, welcome everyone. So, ഞാനിന്ന് വിചാരിച്ച് ഇവിടുത്തെ എക്സാം പാറ്റേൺസ് ആൻഡ് എക്സാമിൻ്റെ രീതികൾ ഇതിനെക്കുറിച്ചൊക്കെ കാണിച്ചു തരാമെന്ന്. നമുക്ക് തേഴ്സ്ഡേ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നമ്മളതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ റിവിഷനിലൊക്കെയാണ്. ട്രിപ്പിൾ ആണ്. ഇത് നാട്ടിലെ എക്സാമിന് വേണ്ടിയാണ്. ഇതിപ്പം ഈ ബുക്ക് മാത്രം പഠിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടുത്തെ എക്സാം രീതി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ചുള്ളതല്ല. ഇപ്പം നമ്മളൊരു എക്സാമിനെ ടാർഗറ്റ് ചെയ്യുമ്പം ആ എക്സാമിൻ്റെ ടൈപ്പിനനുസരിച്ച് നമ്മൾ പഠിക്കണം. സെയിം സിലബസാണ്, സെയിം ടോപ്പിക്സാണ്, എല്ലാം ഒന്നാണ്. ഇവിടെ ആക്ച്വലി ഇവിടുത്തെ ക്ലിനിക്കൽ മെഡിസിൻ്റെ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ പ്രൊഫസേഴ്സ് അല്ലാതെ അവരുടെ ലെക്ചേഴ്സിൻ്റെ ഇതുണ്ട്. പിന്നെ പ്രാക്ടിക്കൽസിന് അവർ പ്രത്യേകം സെപ്പറേറ്റ് ബുക്സ് ഉണ്ട്. ഗാസ്ട്രോളജിയാണ് എക്സാം. പിന്നെ ഫ്രൈഡേ തന്നെ ഉണ്ട്. ഫ്രൈഡേ യൂറോളജിയാണ് എക്സാം. ഇവിടെ 2 ടൈപ്സ് ഓഫ് എക്സാംസ് ആണ് നമ്മൾക്ക് ഒരു സെമസ്റ്ററിൽ വരുന്നത്. പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞ് തിയററ്റിക്കൽ എക്സാം ഉണ്ട്. അതിന് ഞങ്ങളിവിടെ പറയുന്നത് ലാബ് എക്സാമും പിന്നെ കോഴ്സ് എക്സാമും. ഇത് യൂറോളജിയുടെ ആണ്. കിഡ്നി ട്യൂമേഴ്സ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇതൊക്കെ വരച്ചിട്ടേക്കുന്നുള്ളൂ. ചുമ്മാ ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടാണ് കുറച്ചുകൂടി ഈസി. കാരണം നമ്മൾ അല്ല പിന്നെ ആദ്യം മുതൽ ഒന്നേന്ന് പറഞ്ഞ് വായിച്ചിട്ടുണ്ടോ? പണ്ട് സ്കൂളുകളിൽ മറ്റേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റേ ഫുൾ മറ്റേ മോട്ടിവേഷൻ ചെയ്യും. മറ്റേ ഹൈലൈറ്റർ വെച്ച് ഫുള്ള് വരച്ചു കൊടുക്കും. പണ്ടൊക്കെ മറ്റേ ഫുള്ള് വരച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വരച്ചിടുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര സീനായിരുന്നു. സീൻ മീൻസ് എന്താ, നമുക്ക് ആൻസൈറ്റി, ഓവർ തിങ്കിങ് എല്ലാം വരുന്നുണ്ട്. ചില ദിവസം രാത്രി കിടന്നിട്ട് ഉറക്കം പോലും വരാറില്ല. ചില ദിവസം രാത്രിയിൽ 10 മണിക്ക് കിടന്നിട്ട് 12 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പിന്നെ ഇരുന്ന് PDF നോക്കുമായിരുന്നു. അപ്പം 10 മണിക്ക് കിടന്നിട്ട് 4 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത്. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാകും. ചില ദിവസം കയ്യിൽ നിന്നൊക്കെ പോയിട്ട് മറ്റേ പൊട്ടിക്കരയൊക്കെ ചെയ്യും. ഒക്കെ ഉണ്ട്. നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന ഇതൊക്കെയാണ്. ബട്ട് ഇതിൻ്റെ അകത്തൊക്കെ നോർമലാണിത്. ആദ്യം നമുക്കിത് എന്താ നമ്മൾ റിയാലിറ്റി വേൾഡിലോട്ട് പിന്നെ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പോൾ ഒരു വിഷമം വന്നാലും നമുക്ക് മനസ്സിലാവും, ഈ ഒരു വിഷമം വരുന്നാൽ അടുത്ത ഒരു കുറച്ച് ടൈം ഫ്രെയിം കഴിയുമ്പോൾ നമുക്കത് ഓക്കെ ആവും, കോൺഫിഡൻസ് ആവും, മോട്ടിവേറ്റഡ് ആവും എന്ന് നമുക്ക് ഞാൻ ഓട്ടോമാറ്റിക്കലി എനിക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു തിങ്കിങ് ലെവലിലോട്ട് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ആദ്യമൊക്കെ വിചാരിക്കും ഇതെന്താ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, മറ്റേ തുമ്പി കല്ലെടുക്കുന്ന സ്കീമെന്ന് പറയും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിനുള്ള ആ ഒരു ലൂപ്പിലോട്ട് വരും. നമുക്ക് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡബിൾ ആവും. അങ്ങനെ എടുത്തില്ലെങ്കിൽ നമുക്കല്ല മറ്റേ പേടി മാത്രം, മറ്റേ ആൻസൈറ്റി മാത്രം. നമുക്ക് പഠിക്കാനും പറ്റത്തില്ല, കോൺസെൻട്രേഷനും കിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം നിങ്ങൾ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. മഴ സമ്മറാണെങ്കിലും മഴയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്നും മഴയാണ്. രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പോയിട്ടാണ് വന്നിട്ട് ഇപ്പോൾ ഇത് നോക്കുന്നത്. രാവിലെ 8:30 സ്റ്റാർട്ട് ചെയ്ത് 12:30 1 മണി എടുത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് പ്രിപ്പയറായി. ഇപ്പോൾ സമയം 5:45. ഇനി മുന്നോട്ട് ഉറക്കമില്ലാത്ത സമയം. കഴിഞ്ഞ സെമസ്റ്ററിൽ കാർഡിയോളജിയൊക്കെ ഉണ്ടായിരുന്നു. കാർഡിയോളജിക്ക് ഒന്നും 1 മണിക്കൂറൊക്കെ കഷ്ടിച്ചിറങ്ങി വരും. പ്രൊഫസർ ഉണ്ടായിരുന്നു. പുള്ളി ഫിറ്റ്നസ് ഫ്രീക്കായിരുന്നു. ബൈസെപ്സും മറ്റേ ക്ലാസ്സൊക്കെ പഠിപ്പിക്കുമ്പം ബൈസെപ്സ് ഈ സാധനമൊക്കെ മറ്റേ കൈയൊക്കെ ചൂണ്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രൈസൊക്കെ എനിക്ക് തോന്നുന്നു ട്രൈസ് കട്ടിങ്സ് ഒക്കെ. ഞാൻ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ വരെയൊക്കെ കാണിക്കും. ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ ആക്ച്വലി. ഇപ്പം ഫുൾ ക്ലൗഡി ആയിട്ടും എക്സാം ആണെങ്കിലും നമുക്ക് ഈ വൈബ് ഒന്നും ഇപ്പം ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ. ദിസ് വൺ ഈസ് ബയോപ്സി ഗണ്ണാണ് ഇതിന് പറയുന്നത്. ബയോപ്സി ഗൺ. ഞാൻ പോയി പഠിച്ചിട്ട് ഇറങ്ങി. ഞാൻ പുറത്ത് പോയി ജനലൊക്കെ തുറന്നു അവിടുത്തെ വ്യൂ ഒക്കെ നോക്കി കുറച്ച് നേരം നിന്ന് അത് കഴിഞ്ഞ് വന്നിരുന്ന് പോയി പഠിക്കണം. ഫുൾ തീർത്താൽ ഫുൾ പരിപാടി കഴിയും. തീർത്തേ പറ്റൂ. ഇനിയുണ്ട്. ഇത് കുറേ ഉണ്ടേ. വീട്ടിലായിരുന്നെങ്കിൽ മമ്മി എടുത്ത് പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. എനിക്ക്
എടുക്കാനൊന്നും വൈകിയായിരുന്നു. അന്നു എടുത്തു തീർത്തു. ഇനി അടുത്തത് കുറച്ചുകൂടെ പുറത്ത്. ഇവിടെ അറബ്സാണ് ഞങ്ങളുടെ ഹോസ്റ്റലിൽ കൂടുതലുള്ളത്. അറബി ഉപയോഗിക്കുന്നത് ഞാൻ പോയി തീർക്കാൻ പോണാണ്. അത് ഈ ചൈൽഡ്ഹുഡിൽ വരുന്ന ഇതാണ്. എനിക്ക് മറ്റിപ്പം ഒരു 18 വയസ്സിൻ്റെ ഒക്കെ മണ്ടയ്ക്കുള്ള ആൾക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഒരു 20 വയസ്സിൻ്റെ മണ്ടയ്ക്ക് തൊട്ടുള്ള ഒരാൾക്ക് ട്യൂമർ വരുമ്പോഴേക്ക് നമുക്ക് ചിന്തിക്കാം എന്താ, അല്ല നമുക്ക് ആശ്വസിക്കാൻ, ലൈക്ക് അവരെന്തേലും ലൈക്ക് അവരുടെ ഹെൽത്ത്, ലൈക്ക് അവർ ജീവിച്ച ലൈഫ് സ്റ്റൈൽ അതുകൊണ്ടൊക്കെ വന്നുകൊണ്ടിരിക്കാം എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. ബട്ട് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ലൈക്ക് ഇതൊക്കെ വരുമ്പം ലൈക്ക് ചൈൽഡ്ഹുഡിൽ ലൈക്ക് ഈ കൊച്ചിലേക്ക് ഒരു 10 വയസ്സിൽ താഴെ ലൈക്ക് ആ ഒരു ഏജിലോ അല്ലെങ്കിൽ ഒരു 15 വയസ്സിൻ്റെ ഏജിലോ ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ലൈക്ക് വരുന്നത് കേൾക്കുമ്പോൾ ലൈക്ക് അതൊക്കെ നമുക്ക് സീനാണ്. പണ്ട് പാത്തോളജി പഠിപ്പിക്കുമ്പോൾ ഒരു ഡിസീസിൻ്റെ സിംറ്റം ഒക്കെ പറയുമ്പോൾ പണ്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ മണ്ടയിൽ ചിന്തിച്ച് അവസാനം മറ്റേ സാധനം വരും, അയ്യോ എനിക്കുണ്ടോ അസുഖം, അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാവും ലൈക്ക് ഇത് വേറെ യൂണിവേഴ്സാണ്, നമ്മൾ ഈ യൂണിവേഴ്സിലില്ല, അത് മാത്രം അതിൽ ഫോക്കസ് ചെയ്താൽ മതി. നെഗറ്റീവ് മാത്രമാണ് ഇപ്പം പറയുന്നതെന്നൊരു സംഭവം. ഇപ്പം ഞാൻ നെഗറ്റീവ് ആണെന്ന് എനിക്കൊരു ഡൗട്ട്. ഇത് എൻ്റെ കുഴപ്പമില്ല കേട്ടോ, ഇത് ഇപ്പം ടെസ്റ്റിക്കുലർ ട്യൂമർ എന്ന് പറഞ്ഞാലേ നെഗറ്റീവാണ്. ഇതിന് ലൈക്ക് ട്യൂമേഴ്സിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ മറ്റേ ബിനൈൻ ട്യൂമറുണ്ട് മാലിക് ട്യൂമർ എന്ന് വെച്ചാൽ ബിനൈൻ ട്യൂമർ മീൻസ് മറ്റേ നിങ്ങൾക്കറിയാമല്ലോ മറ്റേ എന്താ സ്പ്രെഡ് ആവാത്തത്, ലൈക്ക് വലിയ ഇഷ്യൂ ഇല്ല. മാലിഗ്നൻ്റ് മീൻസ് അത് സ്പ്രെഡ് ആവും. സോ ഇത് രണ്ടും വന്നാലും ഷോക്ക് അവസ്ഥയാണ് നമുക്ക് വരുന്നത്. അപ്പം അങ്ങനെ, അപ്പോൾ ഇത് എൻ്റെ കുഴപ്പമല്ല. ട്യൂബർ എന്ന് പറയുമ്പോഴേ ഷോക്കാണ്. അപ്പോൾ ഇത് എൻ്റെ കുഴപ്പമില്ല, ഞാൻ നെഗറ്റീവ് വേണ്ടല്ലേ, എന്നെ കുറ്റം പറയരുത്. സോ ഞാൻ ഇനി നെഗറ്റിവിറ്റി കേൾക്കേണ്ടി വരും. ഞാൻ പോയിട്ട് പോസിറ്റിവിറ്റി കൊണ്ടുവരാം. ലൈക്ക് എക്സാമിന് പോകുമ്പോഴും അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ പോകുന്ന വഴി കാണാം. സോ എടുക്കാൻ ട്രൈ ചെയ്യാം. എക്സാമിൻ്റെ സമയത്ത് പറ്റുമെന്ന് അറിയില്ല, എന്നാൽ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സോ സീ യു അഗെയിൻ വിത്ത് അനദർ വ്ലോഗ്. Thank you, and make sure you liked, comment, subscribe. Thank you.